രജിത്ത്, നമുക്കറിയാം മലയാളി പൊളിയാണ്, കേരളം നമ്പർ 1 എന്നൊക്കെ പുട്ടിന്റെ പേര് പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുമെങ്കിലും ഇവിടെ എന്ത് തുടങ്ങിയാലും വിവാദത്തിൽ മാത്രമാണ് അവസാനിക്കുന്നത് എന്നുള്ളത്. ഏറ്റവും പുതുതായി വരുന്നത് കൊച്ചി സ്മാർട്ട് സിറ്റി നടക്കില്ല, പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി ടീകോം അറിയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 2004 ഉമ്മൻചാണ്ടി സർക്കാർ വിഭാവന ചെയ്താണ്, ചർച്ചകൾ അപ്പോൾ ആരംഭിച്ചതാണ്. CPM തന്നെയാണ് പതിവ് പോലെ അതിൽ റിയൽ എസ്റ്റേറ്റ് ഡീലൊക്കെ ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ട് അത് എതിർത്തത്. അതിനുശേഷം VS അച്യുതാനന്ദൻ സർക്കാർ വന്നപ്പോഴേക്കും കരാറിൽ ഒപ്പിടുകയും ചെയ്തു. അതിൽ 2007 കരാർ പ്രകാരം പദ്ധതി പരാജയപ്പെട്ടാൽ ടീകോമാണ് സർക്കാരിന് നഷ്ടപരിഹാരം നൽകേണ്ടത്. പക്ഷെ അതിനുശേഷം 2014 CAG-യുടെ ഒരു കണ്ടെത്തലുണ്ടായി, മറിച്ചാണ് എന്നുള്ളത്, കരാറിലെ വ്യവസ്ഥകൾ മറിച്ചാണ് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ ടീകോം ഈ കരാറിൽ നിന്ന് പിന്മാറുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ അങ്ങോട്ട് പണം കൊടുത്ത് കരാർ അവസാനിപ്പിക്കുന്നു എന്ന ഒരു സ്ഥിതിയിലാണ് വന്നെത്തി നിൽക്കുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗം അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ 17 വർഷത്തെ വികസന മുരടിപ്പിന് ആര് സമാധാനം പറയും എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല, വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിന് ഇതെങ്ങനെ താങ്ങാൻ സാധിക്കും എന്നുള്ളൊരു സംശയവും ചോദ്യവും ഒക്കെയുണ്ട്. താങ്കൾ ഈ ഒരു സാഹചര്യത്തെയൊക്കെ വിലയിരുത്തിയപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? ലക്ഷ്മി, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കോംപ്ലിക്കേറ്റഡ് എന്ന് ഞാൻ പറയുന്നതിന് കാരണം, എന്തുകൊണ്ടാണ് സർക്കാർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതിനെ സാധൂകരിക്കത്തക്ക രീതിയിലുള്ള യാതൊരു ഇൻഫർമേഷനും ഈ കോൺട്രാക്റ്റ് പ്രകാരം നമ്മുടെ മുന്നിലില്ല. ഇപ്പോൾ ഈ മന്ത്രിസഭാ യോഗങ്ങളുടെ പല കാര്യങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊതുസമൂഹം അറിയുന്നത് തന്നെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന കൊട്ടിഘോഷിക്കപ്പെട്ടിരിക്കുന്ന വലിയ പദ്ധതി, സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി, VS അച്യുതാനന്ദൻ സർക്കാരിന് പോലും വലിയ സ്റ്റേക്ക് ഉണ്ടായിരുന്ന ഒരു പദ്ധതി, അത് ഇല്ലാതെയാവുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ അതിൽ നിന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലുള്ള നിരവധി യുവാക്കളുടെ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സ്വപ്നങ്ങൾ സമ്മാനം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതി ഇല്ലാതെയാകുന്നത് നമ്മൾ ഇങ്ങനെയാണോ അറിയേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെയുണ്ട്. ഇനി അത് കൂടാതെ ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമെല്ലാം വിശദീകരിക്കുമ്പോൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയുന്നതൊന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള മറ്റ് ഇൻഫർമേഷൻ നമ്മുടെ മുന്നിലില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ്. എന്ത് പ്രശ്നങ്ങളാണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നത് എന്നതിനെപ്പറ്റി ഇന്നേ വരെ നമ്മുടെ IT മന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനോ അല്ലെങ്കിൽ നമ്മുടെ വ്യവസായ മന്ത്രിയായിട്ടുള്ള ശ്രീ P രാജീവോ വിശദീകരിച്ചിട്ടില്ല. ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവിടെ ആ കോൺട്രാക്ച്വലായിട്ട് 2 പാർട്ടികൾ തമ്മിലാണ് പ്രശ്നം. അപ്പോൾ അവിടെ ഏതെങ്കിലും കമ്പനികളുണ്ടെങ്കിൽ ആ കമ്പനികളുമായിട്ടുള്ള പ്രശ്നമോ മറ്റേതെങ്കിലും ലേബർ നിയമങ്ങളോ ഇതിൻ്റെ പരിധിയിൽ വരില്ല. കാരണം ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിലുള്ള 2 പാർട്ടികൾ കോൺട്രാക്ച്വലി ഉള്ളത്, ഒന്ന് കേരള സർക്കാരും രണ്ടാമത്തേത് ഈ ടീകോം എന്ന് പറയുന്ന ദുബായ് ബേസ്ഡ് കമ്പനിയുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലായിരിക്കണമല്ലോ ഈ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ആരുടെ ഭാഗത്തായിരുന്നു വീഴ്ച, ആരുടെ ഭാഗത്താണ് ന്യായം, ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അവരുമായിട്ട് ഉഭയകക്ഷി ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ, അതിലിത് പരിഹരിക്കപ്പെടാതെ പോയോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്നറിയോ, ഇത് പരിഹരിക്കുന്നതിനായിട്ട് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള ഒരു സമിതി ഉണ്ടായിരുന്നത്രേ. അപ്പോൾ ചീഫ് സെക്രട്ടറിയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, പക്ഷേ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ആരൊക്കെ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, ടീകോമിൻ്റെ അംഗങ്ങളുണ്ടായിരുന്നു, എന്ത് തരത്തിലുള്ള ചർച്ചകളാണ് അവിടെ നടത്തിയിരുന്നത്, അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്തായിരുന്നു, എന്ത് തീരുമാനമാണ് അവരെടുത്തത് എന്നതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നമ്മൾ ഈ കോൺട്രാക്റ്റ് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ പരിഹരിക്കപ്പെടാനാവാത്ത പ്രശ്നങ്ങൾ അവിടെ അവശേഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ അത്ര ഗുരുതരമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒരു വിവരവും നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. അടുത്ത ഭാഗത്ത് പറയുന്നത് ടീകോമുമായി ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ പിന്മാറ്റ നയം രൂപകൽപ്പന ചെയ്യും. അപ്പോൾ ടീകോമുമായിട്ട് ഇനിയും നമ്മൾ ചർച്ച നടത്താൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ സമിതിയിൽ ടീകോം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇനി ഫ്രഷ് ചർച്ചകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ ചർച്ച? പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് പരസ്പര ധാരണയുടെ പിന്മാറ്റ നയം രൂപീകരിക്കാനാണ്. അതായത് ഒരു എക്സിറ്റ് പോളിസി ഉണ്ടാക്കുകയാണ്. ഈ കോൺട്രാക്റ്റിൽ നിന്ന് 2 പാർട്ടികളും മാറുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു നയം രൂപീകരിക്കാൻ. ഞാൻ പറയുന്നത്, നമ്മൾ ഈ കോൺട്രാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഒരു എക്സിറ്റ് പോളിസി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലോസ് മുതലില്ല. അങ്ങനെ ഉഭയകക്ഷി തീരുമാനപ്രകാരം 2 പേരും കൂടി സംസാരിച്ച് ഇങ്ങനെ ഒരു എക്സിറ്റ് പോളിസി ഉണ്ടാക്കാമെന്ന് ഈ കോൺട്രാക്റ്റിലെങ്ങും തന്നെ പറയുന്നില്ല. അപ്പോൾ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങളല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നതിൽ നിന്ന് മനസ്സിലാകും. അടുത്തത്, ടീകോമിന് നൽകേണ്ട നഷ്ടപരിഹാര തുക കണക്കാക്കുന്നതിന് ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ നിയോഗിക്കുമെന്നാണ്. അതായത് സംസ്ഥാന സർക്കാർ ഓൾറെഡി തീരുമാനിച്ച് കഴിഞ്ഞു ഇതിൽ നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളത് ടീകോമാണ് എന്ന്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ പറയുന്ന ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാക്കുക? അല്ലെങ്കിൽ പിന്നീട് ഇതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത്
ഒരു 4 അംഗങ്ങളോ മറ്റോ ഉള്ള ഒരു പുതിയ സമിതി കൂടിയുണ്ട്. അതുകൂടി വായിക്കുക, അത് വളരെ തമാശയാണ്. ഇത് സംബന്ധിച്ച ശുപാർശ സർക്കാരിൽ സമർപ്പിക്കുന്നതിന് IT മിഷൻ ഡയറക്ടർ, ഇൻഫോ പാർക്ക് CEO ഒക്കെ ഉൾപ്പെടെയുള്ള ഈ നേരത്തെ തന്നെ ഇവരുടെ ഭാഗമായിരുന്ന ബാജു ജോർജ് ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ചേർത്തുകൊണ്ട് ഒരു സമിതി ഉണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞു, ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക? ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ എന്ത് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള ആരൊക്കെയോ അംഗങ്ങളുള്ള ഒരു സമിതി കുറേ തീരുമാനമെടുത്തു, സർക്കാരിനെ അറിയിച്ചു. സർക്കാർ ഇനി ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങൾ: 1, ഒരു എക്സിറ്റ് പോളിസി ഉണ്ടാക്കുന്നു, അത് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ്. 2, അവർക്ക് കൊടുക്കാനുള്ള കോമ്പൻസേഷൻ എത്രയാണെന്ന് തീരുമാനിക്കാൻ ഒരു ഇവാലുവേറ്ററെ വെച്ചിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഡിസിഷൻ. അപ്പോൾ പിന്നെ ഈ സമിതി എന്തിനാ? ഈ സമിതി എന്ത് കാര്യത്തിലാണ് ശുപാർശ ചെയ്യാൻ പോകുന്നത്? ഈ പണം കൊടുക്കണ്ടെന്ന് പറയുമോ? അതോ ഈ പണം ഇത്രയും കൊടുക്കണ്ടെന്ന് പറയുമോ? ഇതിനേക്കാൾ കൂടുതൽ കൊടുക്കണമെന്ന് പറയുമോ? കോൺട്രാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ തുക തീരുമാനിക്കേണ്ടത് ഇൻഡിപെൻഡൻറ്റ് വാല്യൂറാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്ന ഇവാലുവേറ്ററാണ് ഈ കാര്യം സർക്കാരിനോട് പറയേണ്ടത്. പിന്നെ അതിന് മുകളിൽ എന്ത് കാര്യം ശുപാർശ ചെയ്യാനാണ് ഇവർ തീരുമാനിക്കുന്നത്, ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത്? അപ്പോൾ തീരുമാനം ഇവിടെ എടുത്തു കഴിഞ്ഞു. തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്ന ആൾക്കാർക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു വിടുന്നതിനോടൊപ്പം തന്നെ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ കൂടെ ചേർത്തിട്ട് കമ്മിറ്റി ഉണ്ടാക്കുക. അല്ലാതെ കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിയുടെ തീരുമാനമൊന്നും നമ്മളാരും തന്നെ കണ്ടില്ല. അങ്ങനെ ഒരു കാരണം ഇതിൽ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ വീഴ്ച ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ അതിൽ പറയണം. അത് നമുക്ക് അറിയുകയുമില്ല. ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അടുത്ത പ്രശ്നം, ഈ പറഞ്ഞ പോലെ എക്സിറ്റ് പോളിസി എന്ന് പറയുന്നത് ഈ കോൺട്രാക്റ്റിൽ എങ്ങനെ തന്നെ പറയുന്നില്ല. ഒപ്പം ഇതിൽ പറയുന്നത് നമ്മൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നു എന്നാണ്. അതെവിടെ ഇതിൽ പറയുന്നത്? കോമ്പൻസേഷൻ ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതായത് ഇപ്പോൾ ഞാനും ലക്ഷ്മിയും കൂടി ഒരു ബിസിനസ്സിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുള്ള വീഴ്ച കാരണം ലക്ഷ്മിക്കും എനിക്കും നഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ ലക്ഷ്മി എന്നോട് ആ പണം ആവശ്യപ്പെടുകയാണ്. ആവശ്യപ്പെടുന്ന സമയത്ത് ആ പണം ഞാൻ ലക്ഷ്മിക്ക് തന്നാൽ, ലക്ഷ്മി മുടക്കിയിരിക്കുന്ന 50 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഞാൻ ആ 50 ലക്ഷം രൂപ ലക്ഷ്മിക്ക് തിരിച്ചു തന്നാൽ അത് നഷ്ടപരിഹാരമല്ല. അതിൽ ലക്ഷ്മി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം ഞാൻ തിരിച്ചു തരികയാണ്. കാരണം എൻ്റെ ഭാഗത്തുള്ള വീഴ്ച കാരണമാണ് ആ പണം ലോസ് ആയിരിക്കുന്നത്. അത് ഞാൻ തരിക എന്ന് പറയുന്നത് നഷ്ടപരിഹാരമല്ല. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ലക്ഷ്മിക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നൽകുന്ന പണമാണ്. അതാണ് നഷ്ടപരിഹാരം. ഇവിടെ നഷ്ടപരിഹാരം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട ഒറ്റ ക്ലോസും ഈ നമ്മൾ ഈ പറയുന്ന കോൺട്രാക്റ്റിൽ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് ഇവർ ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കുന്നത്? ഞാൻ പറയുന്നത് ഇതിനകത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ടീകോമിൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്. ഈ 2 പേരുടെയും ഭാഗത്ത് പ്രശ്നമുണ്ട് എങ്കിൽ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് മാത്രമായിട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യം വരില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ ടീകോമിനാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത് എങ്കിൽ അതിനർത്ഥം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് പ്രശ്നമുണ്ട് എന്നും ടീകോമിൻ്റെ ഭാഗത്ത് അതില്ല എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോൺട്രാക്റ്റിലേക്ക് പോകണം. കോൺട്രാക്റ്റിൽ പറയുന്നത് എന്താണ്? സംസ്ഥാന സർക്കാരിന് 2 രീതിയിൽ പ്രശ്നങ്ങൾ വരുത്താം. അതിലൊന്ന് ക്ലോസിംഗ് ഡീഫോൾട്ടാണ്, രണ്ടാമത്തേത് ലാൻഡ് ഡീഫോൾട്ടാണ്. ക്ലോസിംഗ് ഡീഫോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ ആദ്യം തന്നെ കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മളതിൽ കൊടുക്കണം. ഈ ലാൻഡ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിൽ ഇത്ര മാസത്തിൻ്റെ ഇടവേളകളിൽ ചെയ്യേണ്ടുന്ന കാര്യമുണ്ട്. പോളിസി സ്പീഡപ്പ് ചെയ്യണമെങ്കിൽ അത് ചെയ്യണം. കേന്ദ്ര സർക്കാരുമായി ലയസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യണം. ഇവർക്കിവിടെ പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കണം. പിന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ട് വൈദ്യുതി കൊടുക്കണം, വെള്ളം കൊടുക്കണം. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. ഇതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ ഈ ക്ലോസിംഗ് ഡീഫോൾട്ട് പോലെ നമുക്ക് പറയാം. പക്ഷേ ഇത്തരം കാര്യത്തിൽ ഒന്നും തന്നെ ഒരു ഡിസ്പ്യൂട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ക്ലോസിംഗ് ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാർ വരുത്തിയിട്ടില്ല എന്ന് പറയാം. രണ്ടാമത്തേത് ലാൻഡ് ഡീഫോൾട്ടാണ്. അതായത് സ്ഥലം ഏറ്റെടുക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ സമയബന്ധിതമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ടീകോം വന്നിട്ട് ഞങ്ങളുടെ 246 ഏക്കർ എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അയ്യോ അതില്ല, 100 ഏക്കറേ ഉള്ളൂ, ബാക്കി കിട്ടുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയണം. പക്ഷേ അങ്ങനെ പ്രശ്നമില്ല. 246 ഏക്കർ നമ്മൾ എടുത്തിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് റെഡിയാണ്. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ പറയുന്ന 2 തരത്തിലുള്ള വീഴ്ചകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നില്ല എങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് നഷ്ടപരിഹാരം കൊടുക്കുക? പിന്നെ എന്ത് വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ടീകോമിൻ്റെ കണ്ടീഷൻസ് എന്തായിരുന്നു? ടീകോമിൻ്റെ കണ്ടീഷൻസ് ഈ കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് 10 വർഷം ആകുമ്പോഴേക്കും അവർ 90,000 തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാക്കിയിരിക്കണം, 90,000 പേർക്ക് ജോലി കൊടുത്തിരിക്കണം. അതുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടുമില്ല. അതിനേക്കാൾ വളരെ 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 കുറവാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം, അല്ലെങ്കിൽ അത്രയും തൊഴിലവസരങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് സ്പേസ് അവരവിടെ ഉണ്ടാക്കിയിരിക്കണം. ആകെ അവിടെ ഏതാണ്ട് 6.5 ലക്ഷമേ ഉള്ളൂ. അതായത് 10% താഴെയാണ് അവരവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലം. പിന്നെ ഈ 88 ലക്ഷത്തിൽ 62 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് IT അല്ലെങ്കിൽ ITES ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 10% മാത്രമേ
വന്നിട്ടുള്ളൂ. ആകെയുള്ള തുകയുടെ അല്ലെങ്കിൽ സ്പേസിൻ്റെ 10% വന്നിട്ടുമില്ല. എന്ന് വെച്ചാൽ ഈ സ്പേസിനനുസരിച്ചിട്ട് അവിടെയുള്ള അതായത് അവർക്ക് കൊടുത്തിരിക്കുന്ന കോൺട്രാക്റ്റിൽ പറയുന്നതനുസരിച്ചിട്ടുള്ള ബിൽട്ടപ്പ് സ്പേസ് ഉണ്ടാക്കാനായിട്ട് ടീകോം പരാജയപ്പെട്ടു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ പ്രോമിസ് ചെയ്തിരുന്ന അത്രയും തൊഴിലവസരങ്ങളും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്താണ് വീഴ്ച. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ നമുക്ക് പൈസ തരണം. പക്ഷേ പകരം അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണത്തിൽ ഞാൻ കാരണം ലക്ഷ്മിക്ക് നഷ്ടം ഉണ്ടായി 50 ലക്ഷം, അതുകൊണ്ട് ലക്ഷ്മി എനിക്ക് 50 ലക്ഷം രൂപ തരുന്നു എന്ന് വെച്ചാൽ അത് എന്ത് തരത്തിലുള്ള ലോജിക്കാണ്? അപ്പോൾ ഇത് തീരെ യുക്തിരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് സർക്കാർ അവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം വീഴ്ച വന്നിരിക്കുന്നത് ടീകോമിൻ്റെ ഭാഗത്താണ്, പക്ഷേ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ടീകോമിൻ്റെ ഭാഗത്താണുണ്ടെന്ന് കരുതുക. ടീകോമിൻ്റെ ഭാഗത്ത് വീഴ്ച വന്നു കഴിഞ്ഞാൽ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഒന്നാമത്, കോൺട്രാക്റ്റ് സർക്കാരിന് റദ്ദാക്കാം. 2, സർക്കാരും കൂടി 16% ഇട്ടിട്ടുണ്ട്, ടീകോം 86%. സർക്കാരിൻ്റെ 16% കൂടി ടീകോം വാങ്ങാനായിട്ട് സർക്കാരിന് ആവശ്യപ്പെടാം. അതിനു വേണ്ടിയിട്ട് ഒരു സ്വതന്ത്ര ഇവാലുവേറ്ററെയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ അതിൻ്റെ വിലയൊക്കെ തീരുമാനിക്കുന്നു. സർക്കാരിന് അനുകൂലമായിട്ടുള്ള കാര്യം, കാരണം അഡ്വാൻറ്റേജ് സർക്കാരിനാണ്. സർക്കാരിന് ഹിതകരമായ രീതിയിലത്തേക്കുള്ള റേറ്റ് അവർ തീരുമാനിക്കുന്നു. അതിനനുസരിച്ച് മറ്റുള്ളവർ വാങ്ങാനായിട്ട് നിർബന്ധിതരാകുന്നു. അപ്പോൾ പൈസ സർക്കാരിന് കിട്ടും. അടുത്തത്, ഈ ഓഹരി മാത്രമല്ല, അവരുടെ സ്റ്റേക്ക് മാത്രമല്ല, ഇവർക്ക് സർക്കാരിന് ഇതുവരെ ഉണ്ടായിരിക്കുന്ന കോസ്റ്റ്, എത്രത്തോളം നഷ്ടം അതിലുണ്ടായിട്ടുണ്ട്, അത് സർക്കാരിന് അവരിൽ നിന്ന് ഈടാക്കാം. ഇതിൻ്റെ ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും സർക്കാരിന് ചെയ്യാം. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്യാം, ഇതിൽ പറയുന്ന 2 കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഈ പറയുന്ന 3 കാര്യവും ഒന്നിച്ച് ചെയ്യാനും സർക്കാരിന് അധികാരമുണ്ട്. എന്ന് വെച്ചാൽ സർക്കാരിനെ അത്രത്തോളം ഏകപക്ഷീയമായി എംപവർ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് അവിടെ ഇരിക്കുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാതെ നമ്മൾ പറയുകയാണ് ശരി ഞാൻ അവന് പണം കൊടുക്കാമെന്ന്. ഇനി സർക്കാരിൻ്റെ ഭാഗത്തായിരുന്നു വീഴ്ച വന്നിരുന്നതെങ്കിൽ സമാനമായിട്ടുള്ള അധികാരാവകാശങ്ങളെല്ലാം തന്നെ ടീകോമിന് ഉണ്ടാകും. അപ്പോൾ ടീകോമിന് ഈ കാര്യങ്ങളെല്ലാം സർക്കാരിൽ നിന്ന് ഈടാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഭാഗത്തുണ്ട് എന്ന് കാണാൻ വയ്യ, നേരെ മറിച്ച് അവരുടെ ഭാഗത്തത് ഉണ്ട് താനും. അപ്പോൾ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യാതെ, കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത, മ്യൂച്വലായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം എക്സിറ്റ് പോളിസി ഉണ്ടാക്കും, കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത കോമ്പൻസേഷൻ തരും, കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത രീതിയിലത്തേക്ക് പുറത്തു നിന്ന് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള ഒരു സമിതി ഉണ്ടാക്കും, എന്നിട്ട് അവർ റെക്കമെൻഡേഷൻ തരും, സർക്കാർ അങ്ങ് തീരുമാനിക്കും, പിന്നീട് വേറൊരു കമ്മിറ്റി എന്തിനോ വേണ്ടി ഉണ്ടാക്കിയതിന് ശേഷം അവരുടെ ശുപാർശകൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ 100% ഈ കാര്യത്തിൽ നടന്നിരിക്കുന്നത് തട്ടിപ്പാണ്. വ്യവസ്ഥാപിതമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറിന് യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കാതെ മറ്റാരുടെയോ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് എല്ലാ ബെനഫിറ്റും നൽകി അവർക്കൊരു നല്ല രീതിയിലത്തേക്കുള്ള യാത്രയപ്പ് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശവും, പിന്നെ ബാക്കിയാകുന്ന 246 ഏക്കറുമാണ് ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ലാഭം, സർക്കാരിൻ്റെ കണ്ണ് എന്നേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഈ ഓൾ ഐസ് ഓൺ റാഫ, ഓൾ ഐസ് ഓൺ മുനമ്പം എന്നൊക്കെ പറയുന്നത് പോലെ ഓൾ ഐസ് ഓൺ 246 ഏക്കർ എന്ന് പറയുന്ന രീതിയിലത്തേക്ക് ഈ കാര്യം മാറിയിട്ടുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകണ്ടേ? അങ്ങനെയുള്ള ഒരു കാര്യമില്ല. ഇപ്പോൾ ഇതിൽ തന്നെ സർക്കാരിനെ എംപവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കോൺട്രാക്റ്റ് ഇപ്പോൾ 2007 പ്രോജക്റ്റ് ആരംഭിക്കുന്നു. അപ്പോൾ 10 വർഷം പൂർത്തിയാകുന്നത് ന്യായമായിട്ടും 2017 2017 ഇവർ ഈ പറയുന്ന 90,000 തൊഴിലവസരങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ, നേരത്തെ പറഞ്ഞിരിക്കുന്ന അത്രയും ബിൽട്ടപ്പ് സ്പേസ് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ 3 മാസം കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം സംസ്ഥാന സർക്കാർ ഇവർക്കൊരു നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസിൽ ഇവരോട് പറയണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വീഴ്ച വരുത്തിയിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പോകുന്നു, എന്നിട്ട് അവർക്കൊരു 3 മാസം സമയം കൂടി കൊടുക്കും. 6 മാസം കഴിഞ്ഞതിന് ശേഷവും തൽസ്ഥിതി തുടരുകയാണെങ്കിൽ, ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ, സംസ്ഥാന സർക്കാരിന് നേരത്തെ പറഞ്ഞിരിക്കുന്ന 3-4 കാര്യങ്ങൾ ഓൾറെഡി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 കൊല്ലം കഴിഞ്ഞു. എന്നിട്ട് മന്ത്രി തന്നെ പറയുകയാണ് അവിടെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നുണ്ടായിരുന്നല്ലതാണ്. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഈ ഭരിക്കുന്നത്? ഇവരൊക്കെ ഈ വകുപ്പുകളുടെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്നത് എന്തിനാണ്? കേരളം ഏറ്റവും വലിയ IT ഡെസ്റ്റിനേഷനാണെന്ന് പറയുന്നത് എന്തിനാണ്? ഇന്ത്യയിൽ വലിയൊരു വിഭാഗം സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് നടക്കുന്നത് നമ്മളാണെന്ന് പറയുന്നത് എന്തിനാണ്? സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ ഒരു വലിയ വിഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് IT ആണെന്ന് പറയുന്നത് എന്തിനാണ്? ഒന്നുമല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തിനാണെന്ന് ഇത്ര എഞ്ചിനീയറിംഗ് കോളേജ്, ഇത്രയും പിള്ളേരെ ഇവിടുന്ന് അടവെച്ച് വിരിയിച്ചതിന് ശേഷം അവർക്കുള്ള തൊഴിലവസരങ്ങൾ കൊടുക്കാനായിട്ട് 1 ലക്ഷത്തോളം അവസരങ്ങൾ ഇവിടെ കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനെ, ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ, താല്പര്യം ഉള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നതിന് പകരം ഇവിടെ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ഒന്നും നടക്കുന്നില്ല എന്ന് പറയാനായിട്ട് നമുക്കൊരു മന്ത്രി ഉണ്ട് എങ്കിൽ പിന്നെ ഈ വകുപ്പ്, ഈ സംവിധാനമൊക്കെ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ ഇവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഈ 1 ലക്ഷത്തോളം വരുന്ന തൊഴിലവസരങ്ങളല്ല, ആ സ്പേസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ഇപ്പോൾ ആ 246 ഏക്കറും അതിൽ പ്രശ്നം ഉണ്ടാകാതെ ഈ വന്നിരിക്കുന്ന ആൾക്കാരെ മാന്യമായിട്ട് അങ്ങ് പറഞ്ഞു വിടുക
എന്ന രീതിയിലത്തേക്കുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി. ആ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുത്തതിന് ശേഷം അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ കാലിനെ വെട്ടിമുറിച്ച് എടുക്കുക എന്ന് പറയുന്ന നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നു. ഒന്നാം ഓർഡർ തട്ടിപ്പ് എന്നല്ലാതെ ഇതിനെ മറ്റൊന്നും തന്നെ പറയാനില്ല ലക്ഷ്മി. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമുക്കറിയാം ഒന്നാം സ്ഥാനത്ത് എത്തിയെന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പ് പറയുന്നുണ്ട്. ശ്രീജിത്ത് പറഞ്ഞ പോലെയാണ്. കാരണം ഇന്ത്യയുടെ IT നഗരങ്ങളായ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദിനെ അപേക്ഷിച്ച് കൊച്ചിയിൽ അവിടെ പൈസ ഇറക്കാൻ വരുന്ന കമ്പനികൾക്ക് ലാഭമേ ലഭിക്കും. മാത്രമല്ല സിറ്റി ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ കമ്പനികൾ നടത്തുമല്ലോ. ഇതിലൊക്കെ കൊച്ചിയിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ അട്രാക്റ്റീവ് അവർക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു സംശയം. 12% ഭൂമി സൗജന്യമായി നൽകാം എന്നൊരു ആവശ്യത്തിൽ നടപടി വൈകിയതും ടീകോമിനെ ഒന്ന് പുറകോട്ട് വലിച്ചു എന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 30 ഏക്കറോളം അല്ലെ. ഇനി അതും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്ഥലവിലയുടെ അനുസരിച്ച് ഇനി ആ പൈസ കൂടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ എവിടെയോ ഒന്ന് വായിച്ചു കണ്ടു. ആ ഒരു വിഷയത്തിൽ അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ നോക്കി കണ്ടപ്പോൾ എന്നാണ് മനസ്സിലായത് അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നിരവധി ക്ലോസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 90,000 ജോലി വന്നിട്ടില്ല എങ്കിൽ അതിൽ ഒരു ജോലിക്ക് 6,000 രൂപ എന്ന രീതിയിലത്തേക്കുള്ള കോമ്പൻസേഷൻ, അതായത് 80,000 വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ കിട്ടാത്ത തൊഴിലുകൾക്ക് ഒരു നിശ്ചിത തുക 5,000 6,000 തുക വെച്ചിട്ട് ഒരു കോമ്പൻസേഷൻ പോലും സർക്കാരിന് കിട്ടുന്ന രീതിയിലത്തേക്കുള്ള ക്ലോസുകളുണ്ടായിരുന്നു. അതേപോലെ ഇത്ര ഏക്കർ ഇത്ര തൊഴിൽ എനിക്ക് തോന്നുന്നു 30,000 മറ്റോ വന്നു കഴിയുമ്പോഴേക്കും ഇത്ര ഏക്കർ ഭൂമി അതിന് പകരമായിട്ട് നൽകും, അവർക്കാണ് പിന്നെ അതിനുള്ള അവകാശം എന്ന രീതിയിലത്തേക്കുള്ള പല ക്ലോസുകളും ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ തന്നെ വലിയ രീതിയിലത്തേക്കുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ മ്യൂച്വലി എഗ്രിയബിൾ അല്ലാത്ത അല്ലെങ്കിൽ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ പിൻവലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് മോർ ഓർ ലെസ് നല്ലതാണ്. കാരണം അത് അതിശക്തമായിട്ട് ഈ പദ്ധതി നടപ്പാക്കണമെന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം നമുക്കതിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ഇത് പോകണമെന്ന രീതിയിലത്തേക്കുള്ള പല ചെക്കുകൾ, പല ഗേറ്റുകൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. 3 മാസം കഴിയുമ്പോൾ നോട്ടീസ്, 6 മാസം കഴിയുമ്പോൾ നോട്ടീസ്. ആ സമയത്ത് അവർ കംപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളതിൽ ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ആ ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിനൊന്നും ഈ മറ്റുള്ള പാർട്ടിയുടെ കൺസെൻസസോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു കൺസെൻസസോ അവരുടെ കൺസെൻറ്റോ ഒന്നും തന്നെ ആവശ്യമില്ല. ഏകപക്ഷീയമായിട്ട് ചെയ്യാൻ കഴിയും. അത് സർക്കാരിനെങ്കിൽ സർക്കാരിന് കഴിയും, ടീകോമിനെങ്കിൽ ടീകോമിന് കഴിയും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ക്ലോസ് പോലെ ഒരു പ്രശ്നം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്കനുസൃതമായിട്ട് നീങ്ങാനായിട്ട് ടീകോം മടിച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഭാഗത്താണ് പ്രശ്നമെങ്കിൽ അവരെന്തുകൊണ്ട് നീങ്ങിയില്ല, അവരുടെ ഭാഗത്താണ് പ്രശ്നമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നീങ്ങിയില്ല? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ഇതേപോലെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ ഇതേപോലെ നോട്ടീസ് നമുക്ക് നൽകിയിട്ടുണ്ടോ? അപ്പോൾ ഇതിലൊരു ഇൻറ്റൻറ്റ് എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1,00,000-ഓളം തൊഴിലവസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായിട്ടുള്ള സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് എഞ്ചിനീയറിംഗ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ IT അനുബന്ധ തൊഴിലുകളുണ്ട്. ഇതുകൊണ്ട് മറ്റുള്ള ഈ ഒരു പ്രദേശമാകെ വികസിക്കുന്ന കാര്യമുണ്ട്. മറ്റുള്ള അനുബന്ധ വ്യവസായങ്ങൾ, കടകൾ, ഇതിനൊക്കെ വലിയ ബൂസ്റ്റ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന 90,000 അവസരങ്ങളല്ല ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ അവസരങ്ങൾ ഉണ്ടാകുന്നു. വീട്ടമ്മമാർക്ക് അവസരങ്ങൾ കിട്ടുന്നു. ഈ ഫുഡും മറ്റും സെർവ് ചെയ്യുന്നതൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കൊച്ചിയിലാണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും കൊല്ലത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ തന്നെ എത്രയോ ആൾക്കാരുടെ ഉപജീവനം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് കൊടുക്കുന്ന ഈ 90,000 അവസരങ്ങളല്ല, മറിച്ച് പരോക്ഷമായി നൽകുന്ന തൊഴിലുകൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയെ ശക്തിപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു IT ഹബ്ബായിട്ട് കൊച്ചിയെ മാറ്റാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഉമ്മൻചാണ്ടി സർക്കാർ താല്പര്യം കാണിച്ചത്, VS അച്യുതാനന്ദൻ സർക്കാർ താല്പര്യം കാണിച്ചത്, ഇവരൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് താല്പര്യം കാണിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ എന്തോ ഇപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ എല്ലായിടത്തും പോയി IT യെ പറ്റി പറയുകയും വലിയ എക്സ്പോർട്ടാണ് എന്നൊക്കെ പറയുകയും ചെയ്തതിന് ശേഷം മറ്റുള്ള സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ആസാം പോലെയുള്ള സംസ്ഥാനങ്ങൾ പോലും IT-യിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടോ അവരുടെ ആ ഒരു സൈസിനും അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തുള്ള അവരുടെ ആ പുരോഗതിക്കുമൊക്കെ അനുസരിച്ച് എത്രത്തോളം നടത്തുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് പ്രശ്നമാണ്. ബിസിനസ് കൺഡ്യൂസീവായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പ്രശ്നമുണ്ട്. പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എയർ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട്, റോഡ് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട്, ഒരു സ്ഥലത്ത് കിട്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള IT പാർക്കുകളിലേക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് വരിക. അപ്പോൾ ഒരു Tier 1 സിറ്റിയിലോ ഒരു Tier 2 സിറ്റിയിലോ കിട്ടുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള വികസനം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ പറയുന്ന പരമാവധി സംഭവം എന്ന് പറഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യം നൽകും, പബ് ഉണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ്. അത് മാത്രമല്ല, ഒരു പ്രദേശത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനം കൊണ്ട് അനുബന്ധമായിട്ടുള്ള മറ്റെത്രയോ ആൾക്കാർക്ക് പരോക്ഷമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിനെ പറ്റി പോലും എലമെൻ്ററി ആയിട്ടുള്ള വിദ്യാഭ്യാസം പോലും ഇല്ലാതെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ വളരെ ലാഘവബുദ്ധിയോടുകൂടി സമീപിക്കുന്നത്. എന്നിട്ട് അത് ചെയ്യുന്നില്ല എന്ന് തന്നെയല്ല, നമ്മളൊക്കെ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് മേടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് പോലും ചേർത്തുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ പോകുന്ന സമയത്ത് എന്തായാലും പോകില്ല, ഇതാ ഇതുവരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ വ്യവസ്ഥ ഇതിൽ പറയാത്ത രീതിയിലത്തേക്കുള്ള കോമ്പൻസേഷനും കൂടി കൊടുക്കുന്നു. എനിക്ക് അതിശയം തോന്നുന്നത് ഈ കോമ്പൻസേഷൻ എന്നുള്ള വാക്കാണ്. ഈ കോൺട്രാക്റ്റിൽ ഇങ്ങനൊരു സംഭവത്തിനെ പറ്റി പറയുന്നില്ല. നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുള്ള പണം, നിങ്ങൾ ഇട്ടിരിക്കുന്ന പണം, നിങ്ങളുടെ ഓഹരിക്ക് അനുസരിച്ചിട്ടുള്ള പണം, നിങ്ങളുടെ സ്റ്റേക്കിന് ആനുപാതികമായിട്ടൊരു വാല്യൂവർ വന്ന് പറയുന്ന പണം, നിങ്ങളുടെ ഇൻപുട്ട് കോസ്റ്റ്, നിങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടം, നിങ്ങൾ എത്ര പണം ഇതിൽ ഇട്ടു അത് തിരിച്ചു കിട്ടിയില്ല, ഇതിനെപ്പറ്റിയാണ്. അല്ലാതെ ഈ സോ കോൾഡ് നഷ്ടപരിഹാരം എന്നൊരു സംവിധാനം ഇതിൽ പറയുന്ന പോലുമില്ല. അപ്പോൾ അതാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഓൺ ടോപ്പ് ഓഫ് അവർക്ക് നോർമലായിട്ട് കിട്ടേണ്ടതിൻ്റെ പുറത്തല്ലേ? അപ്പം നോർമലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ 86% നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ അതിന് പുറത്താണോ നമ്മൾ ഈ ഇപ്പോൾ വിവക്ഷിച്ചിരിക്കുന്ന സോ കോൾഡ് കോമ്പൻസേഷൻ എന്നുള്ള കാര്യത്തിനൊന്നും തന്നെ മറുപടിയില്ല. അപ്പോൾ അതുകൊണ്ട് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതും പറയണം. ഏത് സർക്കാരിൻ്റെ കാലത്ത് വന്നിട്ടുണ്ട് എന്ന് പറയണം. ഇനി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ അത് പറയുന്നത് 8-9 കൊല്ലം കഴിഞ്ഞിട്ടാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതെല്ലാം തന്നെ നിലവിലത്തെ സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലത്തേക്കുള്ള ചോദ്യങ്ങളാവും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ. ഇല്ല, പക്ഷെ അതിൽ കൃത്യമായി അതെ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. 246 ഏക്കർ ഇഷ്ടക്കാർക്ക് വീതിച്ചു കൊടുക്കാനാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോ ഇതെല്ലാം ഒരുപക്ഷെ ആരോപണങ്ങളിൽ മാത്രം ഒതുങ്ങി ഇവരൊരു കാര്യം, പിണറായി സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചു, അതങ്ങ് നടപ്പിലാക്കുന്നു. അത് ഖജനാവിനും പൊതുജനത്തിന് എത്ര നഷ്ടം വന്നാലും നടപ്പിലാക്കുന്ന ഒരു രീതിയാണ്. അതിനുശേഷമാണ് പിന്നീട് അന്വേഷണമൊക്കെ വരിക. അങ്ങനെ ആയിരിക്കുമോ കാര്യങ്ങൾ പുരോഗമിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല മന്ത്രി പി രാജു പറഞ്ഞ 100 കമ്പനികൾ അവിടെ ക്യൂ നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ പണം മുടക്കിയിട്ടുള്ള കമ്പനികളൊന്നും ആശങ്കപ്പെടേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്താണ് ഉദ്ദേശിച്ചത്? ടിക്കോം എന്ന ഭീമൻ അടയിരിക്കുകയാണ്. അങ്ങോട്ട് മാറിയാൽ ഉടനെ 100 കമ്പനികൾ അങ്ങോട്ടേക്ക് അങ്ങ് പറന്നിറങ്ങും എന്നുള്ള രീതിയാണോ മന്ത്രി പി രാജു അത് പറഞ്ഞത്? അതോ വെറുതെ ഒരു പുകപടലം ഉയർത്തുകൊണ്ട് പറഞ്ഞു വെപ്പ് മാത്രമായിരുന്നു? നമ്മൾ ഈ എറണാകുളത്ത് ഈ സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് ആ ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാം ഇതൊക്കെ എത്രത്തോളം അടുത്തടുത്താണ് ഇരിക്കുന്നത് എന്നതിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ 100 കമ്പനികളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇൻഫോ പാർക്കിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാവാം അല്ലേ? ഇൻഫോ പാർക്കിൽ ഇനി വികസിക്കാനായിട്ട് അവിടെ കൂടുതലായിട്ട് സ്ഥലം ഏറ്റെടുക്കാനായിട്ടില്ല. അവിടെ ഇനി പുതിയതായിട്ട് ബിൽഡിങ്ങുകൾ കെട്ടാനില്ല. നിലവിലുള്ള ഒക്യുപ്പൻസി അതിൻ്റെ പീക്കിലാണ് എങ്കിൽ നിശ്ചയമായിട്ടും കൂടുതലായിട്ടുള്ള എംപ്ലോയീസിന് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. പുതിയ കമ്പനികളെ അവിടെ അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു 100 കമ്പനി അഥവാ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ അതിനെ തന്നെ ഒരു കാരണമാക്കിക്കൊണ്ട് ഈ സ്മാർട്ട് സിറ്റി സ്പീഡപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ടീകോമിനോട് ആവശ്യപ്പെട്ടില്ല? അവിടെ 246 ഏക്കർ ഇരിക്കുകയാണ്. നിങ്ങൾ പറയുന്നതനുസരിച്ച് 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ്. ആ 88 ലക്ഷത്തിൻ്റെ 10-1 പോലും ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ പരിപാടി ഒന്നും നടക്കാതിരിക്കുന്നത്? നിങ്ങളുടെ കോൺട്രാക്റ്റ് ഇതായിരുന്നില്ലേ എന്ന് ചോദിച്ച് അത് സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ പോലും ഇവർക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് അങ്ങനെ ഇവിടെയുള്ള 100 കമ്പനികളുടെ അവസരം ഇല്ലാതെയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 16% സർക്കാരിന് കൂടി സ്റ്റേക്കുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിക്ക് കൊടുക്കുക പോലെയല്ല, സർക്കാരിൻ്റെ ഒരു ജോയിൻറ്റ് വെഞ്ചർ പോലെയാണ്. അപ്പോൾ സർക്കാരിന് കൂടി താല്പര്യമുള്ള സ്മാർട്ട് സിറ്റിയിലേക്ക് ഈ അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് പുതിയ ഈ വെയിറ്റ് ചെയ്യുന്ന 100 കമ്പനികളെ അങ്ങോട്ട് വിട്ടിരുന്നുവെങ്കിൽ സർക്കാരിന്, സംസ്ഥാനത്തിന്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, ഇവിടെയുള്ള തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് എത്രത്തോളം ഗുണമുണ്ടാകുമായിരുന്നു? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എത്രത്തോളം പുതിയ ഉണർവുണ്ടാകുമായിരുന്നു? എത്രത്തോളം പുതിയ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടക്കുമായിരുന്നു? ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ചെയ്തില്ല. എന്നിട്ട് അങ്ങനെ കൃത്യമായി ഇടപെടലുകൾ നടത്താതിരുന്ന, കോൺട്രാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ വയലേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പണവും കൊടുത്തു വിടുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറയുന്നതിലെ ഉദ്ദേശശുദ്ധി എവിടെയാണ്? നിങ്ങൾ ഈ പറയുന്ന 100 കമ്പനികളെന്ന് പറയുമ്പോൾ അവിടെ സ്ഥലം കിടപ്പുണ്ട്, സ്ഥലമില്ലാഞ്ഞിട്ടാണോ? അല്ല, സ്ഥലമുണ്ട്, സർക്കാരിന് സ്റ്റേക്കുണ്ട്, കോൺട്രാക്ച്വലി സർക്കാർ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവിടെ ഈ കാര്യം നടക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പിടിപ്പുകേടാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഇത് രണ്ടല്ലാതെ മൂന്നാമതൊരു കാരണം അതിലുണ്ടാകാനായിട്ട് സാധ്യമല്ല. കാരണം പിടിപ്പുകേടാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വയ്യ. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു, മറ്റവരുടെ പ്രശ്നമായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമായിരുന്നു. അതും സ്വീകരിക്കാതെ അവസാനം പൊതു ഖജനാവിന് നഷ്ടവും ഉണ്ടാക്കുന്ന രീതിയിലത്തേക്ക് അവരെ കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ വിടുന്നത് എങ്കിൽ ഇത് വെള്ളരിക്കാപട്ടണമാണ് എന്ന് തോന്നിപ്പോകും. അപ്പോൾ ഈ സ്മാർട്ട് സിറ്റി എന്നതിന് പകരം വെള്ളരിക്കാപട്ടണം, പട്ടണം സിറ്റി എന്നൊക്കെ പറയുന്ന പട്ടണമാണല്ലോ, വെള്ളരിക്ക സിറ്റി എന്ന രീതിയിലത്തേക്ക് പേര് മാറ്റി ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇവർ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.